ഇപ്പൊ നടന്നു വരുന്ന സിനിമകളെല്ലാം തന്നെ ഭയങ്കര അഡ്രിനലിൻ റഷ് നമുക്ക് തരുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇറങ്ങിയ കുറേ സിനിമകളിലും ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഹാപ്പി ഹോർമോൺസ് ഇൻഡ്യൂസ് ചെയ്യുന്നതാണ്. ഈ സിനിമയും ഹാപ്പി ഹോർമോൺ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. ഇത്ര ഇങ്ങനെ ആക്റ്റീവായി ഉഷാറായിട്ട് ഇങ്ങനെ ചാടി ചാടി നിൽക്കുക എങ്ങനെയാ പറ്റുന്നത്? സമൂഹം കുറച്ചുകൂടെ സ്ത്രീകളുമായിട്ട് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഹാഷാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളാണല്ലോ എപ്പോഴും ജഡ്ജ് ചെയ്യപ്പെടുന്നത്. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം ഒരു സ്ത്രീ എന്ന നിലയ്ക്കുള്ളൊരു അനുഭവം 15 വയസ്സോട്ട് സമ്പാദിക്കാൻ തുടങ്ങിയ ഒരാളാണ് ഞാൻ. അന്നത്തെ 450 രൂപ എനിക്ക് ഒരു 10-13 വയസ്സുകാരിക്ക് എന്തൊക്കെ ചെയ്യാം. അതുകൊണ്ടല്ലേ ഇപ്പം ചെയ്തിരുന്ന തൊഴിൽ തന്നെ ഇപ്പം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഡിസ്കണക്ഷൻ വരുന്നു, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വരുന്ന സാഹചര്യത്തിൽ ഞാനത് ചെയ്തിട്ടുള്ളൂ. എൻ്റെ കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ടിട്ട് നഷ്ടം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പഠിക്കുന്നത്. പക്ഷെ അതൊരു വലിയ തിരിച്ചറിവാണ്. കുറച്ചുകൂടെ പ്രാക്ടിക്കൽ അപ്രോച്ച് കാര്യങ്ങൾ നോക്കുന്നത് നല്ലതാണ്. ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന വ്യക്തി ഏതെങ്കിലും ഒരു അഭിമുഖങ്ങളിൽ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ പൂർണിമയെ വീട്ടിൽ വേണം, എൻ്റെ മക്കളെ നോക്കാൻ വേണം എന്നുള്ളൊരു കാര്യം പറഞ്ഞ് കേട്ടിട്ടേ ഇല്ല. കമ്മ്യൂണിക്കേഷൻ ഇസ് എ കീ തിങ് ടുവേർഡ്സ് എവ്രിതിങ്. ആ ഒരു ടൂള് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് തോന്നുന്നു ലൈഫ് ഹാസ് ബീൻ ഈസിയർ. അഭിപ്രായങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ചെയ്യാം. പക്ഷെ അത് ഒരിക്കലും ഡിസ്റെസ്പെക്ട്ഫുൾ ആവരുത് എന്നുള്ളതേ ഉള്ളൂ. ജഡ്ജ്മെൻറ്റ് ഇസ് ലൈക്ക് എ ബ്ലാങ്കറ്റ്. ആ ബ്ലാങ്കറ്റ് ഇങ്ങനെ പൊതിഞ്ഞിരിക്കുകയാണ്. നമസ്കാരം. ഏപ്രിൽ 27 തിയേറ്ററുകളിൽ എത്തുന്ന ഒരു കട്ടിൽ ഒരു മുറി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി പൂർണിമ ഇന്ദ്രജിത്താണ് നമുക്കൊപ്പം ചേരുന്നത്. വെൽക്കം പൂർണിമ. താങ്ക് യു സോ മച്ച്. കഴിഞ്ഞ വർഷം തിരുവനന്തപുരം ഏരിസ് പ്ലക്സിൽ നിന്ന് തുറമുഖം എന്ന് പറയുന്ന സിനിമ കണ്ടിറങ്ങിയപ്പോൾ വ്യക്തിപരമായി എന്നെ സ്ട്രൈക്ക് ചെയ്ത കഥാപാത്രം എന്ന് പറയുന്നത് പൂർണിമയുടെ ഉമ്മയാണ്. താങ്ക് യു. അപ്പോൾ അന്ന് അത് കണ്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പൂർണിമ ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന അഭിനേത്രി ഒരുപാട് ഡെപ്തുള്ള കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് ഈ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ നിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ പുതിയൊരു സിനിമ അതിൽ അക്കമ്മയായി എത്തുന്നു. അപ്പോൾ പറയൂ, അക്കമ്മയുടെ വിശേഷമാണ് നമുക്ക് ആദ്യം, അതിൽ നിന്ന് പിന്നെ. താങ്ക് യു സോ മച്ച് കേട്ടോ. ഞാനും അതിനെയാണ് ആഗ്രഹിക്കുന്നത്. അക്കമ്മയ്ക്ക് എല്ലാത്തിനോടൊരു പ്രണയപരമായിട്ടുള്ളൊരു അപ്രോച്ചാണുള്ളത്. ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും അത് അക്കമ്മയ്ക്ക് ആ ഉള്ളിലുള്ള സ്നേഹവും ഉള്ളിലുള്ള പ്രണയവും ഉള്ളിലുള്ള നന്മ അക്കമ്മ എക്സ്പ്രസ് ചെയ്യുന്നത് അക്കമ്മയുടെ സംഗീതത്തിലും നൃത്തത്തിലൂടെയാണ്. അപ്പോൾ എങ്ങനെയാണ് അക്കമ്മ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൽ എത്തിയത്? എങ്ങനെയാണ്? തുറമുഖത്തിന് ശേഷം തന്നെയാണോ അപ്രോച്ച് ചെയ്യുന്നത്? അല്ല, തുറമുഖം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അത്. തുറമുഖം കഴിഞ്ഞു ആക്ച്വലി. ഏകദേശം ലാസ്റ്റ് തുറമുഖം കുറച്ച് സമയം എടുത്തിട്ടാണല്ലോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ റിലീസിന് മുന്നേ ആയിട്ടാണ് എനിക്ക് ഷാനവാസാണ് ആദ്യം വിളിക്കുന്നത്. ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് ഇതുപോലെ കേൾക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ടപ്പൻ ഞാൻ കണ്ടിട്ടുണ്ട്, കിസ്മത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കഥ പറയുന്ന രീതി ഭയങ്കര വ്യത്യാസമായിട്ടുള്ളൊരു സംവിധായകനാണ്. അപ്പം അത് തന്നെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ എന്താണ് അദ്ദേഹം ഇനി അടുത്തത് പറയാനുള്ള പോകുന്ന കഥ എന്ന് കേൾക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു കട്ടിൽ ഒരു മുറിയുടെ കാര്യം പറയുമ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക്. കാരണം ആ പേര് കേട്ടപ്പോൾ തന്നെ ഭയങ്കര സ്ട്രൈക്കിംഗ് ആണ്. അപ്പോൾ അടുത്ത സർപ്രൈസ് പാലേരി സാറാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കോളിൽ തന്നെ ബാക്ക് ടു ബാക്ക് സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കട്ടു കഥ പറയുന്ന ദിവസം പാലേരി സാറാണ് ആദ്യം വീട്ടിൽ നരേഷന് വരുന്നത്. പാലേരി സാറിന് പേഴ്സണലി വന്ന് നറേറ്റ് ചെയ്യണമെന്ന് പറയാം. ഞാൻ സാറിൻ്റെ ആവശ്യമില്ല, സാർ സ്ക്രിപ്റ്റ് അയച്ചാൽ ഞാനും ഷാനാ സാറും കൂടി ഇരുന്ന് വായിച്ചോളാം, അല്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ വായിച്ചിട്ട് ഇല്ല ഞാൻ വരും, എനിക്കിത് പറയാം, എൻ്റെ അക്കമ്മ അടുത്ത് ഞാൻ കഥ പറയും എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഓണേർഡായിട്ട് ഫീൽ ചെയ്തു സത്യമായിട്ട്. അപ്പോൾ ഈ കഥാപാത്രത്തിലേക്ക് പൂർണിമ തന്നെയാണ് എന്നുള്ളത് അവർ ഫിക്സ് ചെയ്തിട്ടാണ് എന്നെ വന്ന് കണ്ടതും കഥ പറഞ്ഞതും എല്ലാം. ഈ പേര് ഒരു കട്ടിൽ ഒരു മുറി എന്ന് പറയുമ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ പൂർണിമ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കതിലൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതെ. അത് കഴിഞ്ഞ് നമ്മൾ ഈ ട്രെയിലറും ടീസറും ഒക്കെ കാണുമ്പോൾ അതിലെല്ലാം ഒരു നിഗൂഢത ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ താഴെയുള്ള ചില കമൻറ്റുകളൊക്കെ ഞാൻ വായിച്ചു നോക്കുമായിരുന്നു. ആളുകളെ അതിൽ ഹുക്ക് ചെയ്ത് നിർത്തുന്നത് എന്തോ ഒരു മിസ്റ്ററി ഉണ്ട്, അപ്പം അറിയാൻ എന്തോ ഒരു ആഗ്രഹം ഉണ്ട് എന്നുള്ള പോലെയാണ്. അപ്പോൾ പറയൂ, ഈ സിനിമയിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരുപാട് സസ്പെൻസും അങ്ങനെ സംഭവങ്ങളൊക്കെ പറഞ്ഞ് എക്സ്പെക്ടേഷൻസ് ആണ് നമ്മളെ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തുന്നത് കേട്ടോ. അതുകൊണ്ട് ആ എക്സ്പെക്ടേഷൻസ് ഞാൻ അധികം ബിൽഡ് ചെയ്യുന്നില്ല. ഈ നമ്മുടെയൊക്കെ ലൈഫിൽ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസം തന്നെ ഭയങ്കര അഡ്വഞ്ചറസ് അല്ലേ, ഭയങ്കര സസ്പെൻസൊക്കെ അല്ലേ ഓരോ ദിവസവും. അതുപോലെയുള്ള കഥകളുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ ജീവിതയാത്രയെ വളരെ
സ്നേഹത്തിൻ്റെ ഭാഷയിൽ അല്ലെങ്കിൽ സാധാരണ ഭാഷയിൽ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ്. നർമ്മമൊക്കെ കലർത്തിക്കൊണ്ട് നമ്മളുടെയൊക്കെ ലൈഫ് സിറ്റുവേഷൻസിനെ പല രീതിയിൽ നമുക്കത് കാണാം. നമുക്ക് ചില സാഹചര്യങ്ങളെ നർമ്മപരമായിട്ട് വേണമെങ്കിലും കാണാം, അല്ലെങ്കിൽ അത് ഭയങ്കര ഒരു അഡ്വഞ്ചറസ് ആയിട്ട് വേണമെങ്കിലും കാണാം. നമ്മളുടെ കാഴ്ചപ്പാട് പോലെ ഇരിക്കും അതാത് സമയത്ത്, അല്ലേ? അപ്പം അതുപോലെ തന്നെ ജീവിതത്തെ പല പല കാഴ്ചപ്പാടുകളിലൂടെ കാണുന്ന കുറച്ച് വ്യക്തികളും അവരുടെ ജീവിതയാത്രകളെയും കുറിച്ച് പറയുന്ന ഒരു ചെറിയ സിനിമയാണ്. ഇപ്പോൾ ഈ ഇതിൻ്റെ ടീസറും ട്രെയിലറും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഏത് ജോണറാണ് സിനിമ എന്നുള്ളതും വ്യക്തമാവുന്നില്ല. അപ്പോൾ നമ്മളങ്ങനെ കാത്തിരുന്ന് മാക്സിമം നമുക്ക് എന്തായിരിക്കും അതിനെക്കുറിച്ച് പറയാം? റൊമാൻറ്റിക് കോമഡി, കുറച്ച് ത്രില്ലർ. ഇപ്പം നടന്നു വരുന്ന സിനിമകളെല്ലാം തന്നെ ഭയങ്കര അഡ്രിനലിൻ റഷ് നമുക്ക് തരുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ ഇറങ്ങിയ കുറേ സിനിമകളിലും ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഹാപ്പി ഹോർമോൺസ് ഇൻഡ്യൂസ് ചെയ്യുന്നതാണ്. ഈ സിനിമയും ഹാപ്പി ഹോർമോൺ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. പക്ഷെ അത് പറയുന്ന രീതി ഈ പറയുന്ന പോലെ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ ഒരു ഫീൽ ഗുഡ് ഫിലിം കാണാൻ ഉള്ള ഒരു അപ്രോച്ചിൽ പോവുക എന്നതാണ് ഒരു അപേക്ഷ. പിന്നെ നല്ല സിനിമകൾ ഉള്ളവർക്ക് എല്ലാതരം സിനിമകളും അവർ കാണുകയും വിശകലനം ചെയ്യും, അല്ലേ? അപ്പോൾ ഈ സിനിമ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതിനകത്ത് കഥ എഴുതിയിരിക്കുന്ന ഇപ്പം രഘുനാഥ് പലേരി സാറിൻ്റെ സിനിമകൾ നമുക്കറിയാം, മലയാള സിനിമയിൽ എന്നും ഓർത്തു വയ്ക്കുന്ന സിനിമകളിലാണ് അദ്ദേഹത്തിൻ്റെ കഥ, തിരക്കഥ, സംഭാഷണങ്ങൾ ഉള്ളത്, അല്ലേ? അതുപോലെ തന്നെ അത് തീർച്ചയായിട്ടും ആ സിനിമയ്ക്ക് അന്നത്തെ കാലഘട്ടത്തിനോടും അന്നത്തെ സാഹചര്യത്തിനോടും കൂടെ ചേർന്ന് നിൽക്കുന്നതൊന്നായതുകൊണ്ടും അത് പറഞ്ഞ രീതിയും അത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണ്. അതുതന്നെയാണ് ഈ സിനിമയിലും കഥ പറയുന്ന രീതി, കഥയിലുള്ള കഥാപാത്രങ്ങളുടെ ജീവിതം കാണുന്ന രീതി, അതെല്ലാം എഴുത്തുകാരൻ്റെ ഒരു കാഴ്ചപ്പാട് ഇതിനകത്ത് നമുക്ക് കാണാനുണ്ട്. അത് ഇന്നത്തെ ഒരു ഫാസ്റ്റ് മൂവിങ് ജനറേഷനിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഫാസ്റ്റ് പേസ് സിനിമ അല്ലെങ്കിൽ ഡിജിറ്റൽ മാഡ് റേസിൽ നിന്നും എല്ലാം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കംഫർട്ട് തരുന്ന ഒന്ന് തന്നെയായിരിക്കും. ഈ കഥ കേൾക്കുമ്പോൾ അത് തന്നെയാണോ ഹുക്ക് ചെയ്ത് നിർത്തിയ ഒരു ഘടകം? തീർച്ചയായും. അതിനെ തുടർന്ന് പിന്നെ ചർച്ചയിലേക്ക് കടന്നിട്ടുണ്ടാവും. കാരണം ആ കഥാപാത്രത്തിന് ആ സിനിമയിൽ എന്തുമാത്രം ചെയ്യാനുണ്ട്, ആ കഥാപാത്രത്തെ ചുറ്റി എന്തുമാത്രം ആ സിനിമയുണ്ട് എന്നൊക്കെ തന്നെയാണ് അഭിനയിക്കാൻ നമ്മളൊരു സ്ക്രിപ്റ്റ് എടുക്കുമ്പോൾ എല്ലാവരും നോക്കുന്നത്, അല്ലേ? പക്ഷേ ഏറ്റവും വിരളമായിട്ടുള്ള ആൾക്കാർക്കാണ് അത്, ഇപ്പം പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യുന്നവർക്കാണ് കൂടുതലും അവരുടെ കോളംസ് ടിക്കാവുക. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിൽ ഞാൻ കേട്ട് വന്നിരിക്കുന്ന സ്ക്രിപ്റ്റുകളിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നിയിരിക്കുന്നത് ഈ സിനിമയിൽ ഇതിൻ്റെ കഥയും ആ കഥാപാത്രത്തിന് ആ കഥയുമായുള്ള ഒരു ബന്ധവുമാണ്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ സിനിമ സെലക്ട് ചെയ്യാനുള്ള പ്രധാന കാരണം. എപ്പോഴും അങ്ങനെ തന്നെയാണോ? ഇപ്പോൾ ഒരു ശ്രമിക്കാറുണ്ട്, പക്ഷെ അതുപോലെ കഥ വന്നാലല്ലേ പറ്റുള്ളൂ. അത് അത്തരം ഓപ്ഷൻസ് നമുക്ക് ഞാൻ മാത്രമല്ല, എല്ലാവരും ഇത് തന്നെയാണ് ശ്രമിക്കാറാണ് എന്നാണ് ഞാൻ വിചാരിക്കുക. പിന്നെ വാണിജ്യപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണമല്ലോ, കാരണം ഇതൊരു ബിസിനസ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആഗ്രഹമുള്ള കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിലേക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് തുറക്കണം. അതിൻ്റെ പ്രധാനപ്പെട്ട ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് സാമ്പത്തിക വിജയം തന്നെയാണ്. സാമ്പത്തിക വിജയം കൈവരിക്കുക എന്നത് തന്നെയാണ് ഏതൊരു ഈ കലാരംഗത്തും ഇറങ്ങുന്ന കലാരൂപങ്ങളുടെ ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാലഞ്ചിങ് എലിമെൻ്റ് അതാണ്. അപ്പോൾ അത് അവർ തരണം ചെയ്യുകയാണെങ്കിൽ അവർക്ക് ബഹുദൂരം യാത്ര ചെയ്യാനുള്ള കഥകളും കഥാസാരാംശങ്ങളും എല്ലാം ഉണ്ടാകും അവരുടെ കയ്യിൽ. ഇപ്പോൾ വൈറസിലെ കഥാപാത്രം എടുത്താലും തുറമുഖത്തിലെ കഥാപാത്രം എടുത്താലും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളാണ്. അതിൽ നിന്ന് ഇപ്പം അക്കമ്മേനെ നമുക്ക് ട്രെയിലറും ടീസറിലും ഒക്കെ കാണുമ്പോഴറിയാം തീർത്തും വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ പൊതുവേ പറയും എളുപ്പമുള്ള ഒരു കാര്യമല്ലാതെ ഒരു കഥാപാത്രത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി, പക്ഷെ അങ്ങനെ കിട്ടുക എന്നുള്ളതാണ് ഒരു അഭിനേതാവിൻ്റെ ഏറ്റവും അല്ലേ, നമുക്ക് പണിയെടുക്കാൻ അതിനുണ്ടാവുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അത് ഈസി പ്രോസസ്സാണോ? പൂർണ്ണിമയെ സംബന്ധിച്ച് ഉള്ളൂ ഇപ്പോൾ കയ്യിൽ ആസ് ഇൻ ടേംസ് ഓഫ് മലയാളത്തിൽ OTT ഞാൻ വേറെ ഇതുപോലെ പല ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റൂൾസും ചെയ്യുന്നുണ്ട്. ബട്ട് ജനറലി എല്ലാം കൂടെ ചേർത്ത് വെച്ചാണല്ലോ പറയേണ്ടത്. അത് കയ്യിൽ വന്ന് പെടുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ അത് വന്നതിന് ശേഷം അതിന് നമുക്ക് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതിൻ്റെ ഒരു ഹോംവർക്ക് ഉണ്ട്. കാരണം അത് നമ്മളുടേത് മാത്രമല്ല, അത് കഥ എഴുതിയിട്ടുള്ള ആ കഥാപാത്രം എങ്ങനെയാണ് അതിനെ എച്ച് ചെയ്തിട്ടുള്ളത്, ഇതെല്ലാം അതൊരു ഫാക്ടേഴ്സാണ്. ഇതെല്ലാം ഒത്തുചേരുമ്പോഴാണ് ഭയങ്കര ഡിഫറെൻ്റ് ആവുന്നത്. സോ ഏറ്റവും ഓണസ്റ്റ് ആയിട്ടുള്ള അപ്രോച്ച് ചെയ്യുക. പിന്നെ ഈ പറയുന്ന പോലെ
ടീം വർക്കിലൂടെ മുന്നോട്ട് പോയാലാണ് കുറച്ചുകൂടെ ബെറ്റർ ഔട്ട്കം ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം കഥയിലാണെങ്കിലും കഥാപാത്രത്തിലാണെങ്കിലും കൂടുതൽ ആ കഥാപാത്രത്തിനെ കുറിച്ച് അറിയുക, കഥാപാത്രത്തിനെ കുറിച്ച് ആ കഥാപാത്രം സൃഷ്ടിച്ച വ്യക്തിയോട് സംസാരിക്കുക, ആ കഥാപാത്രത്തിൻ്റെ ഒരു ബാക്ക് സ്റ്റോറിയിലൂടെ യാത്ര ചെയ്യുക, അതെല്ലാം സ്വാഭാവികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് ഉരുത്തിരിയുന്ന കുറേ മാനറിസംസും ആ കഥാപാത്രത്തിനെ കുറിച്ചൊരു ജേർണൽ ഉണ്ടാവുമല്ലോ. അതാണ് നമ്മൾ കുറേയൊക്കെ നമുക്കൊരു പേഴ്സണൽ ഹോംവർക്ക് ആയിട്ടുണ്ടാവുക. ഷാനവാസ് കെ ബാബുക്കുട്ടി ആണെങ്കിലും ഈ പറഞ്ഞ പോലെ സിനിമകളെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സംവിധായകൻ. രഘുനാഥ് സാർ ആണെങ്കിലും നമുക്കറിയാം ഈ ക്ലാസിക് സിനിമകളും ബ്ലോക്ക് ബസ്റ്റർ സിനിമകളും ഒക്കെ ഒരുപോലെ ചെയ്ത് കഴിവ് തെളിയിച്ചിട്ടുള്ള നല്ല തഴക്കം വന്നൊരു തിരക്കഥാകൃത്ത്, എഴുത്തുകാരൻ, നോവലിസ്റ്റ് എല്ലാം. അപ്പോൾ ഈ ഒരു കാലത്ത് അവരുടെ കൂടെ വീണ്ടും ഒരു സിനിമ ചെയ്യാന്ന് പറയണതിൻ്റെ ഒരു ഭയങ്കര അനുഭവം ഹാപ്പിയാണ്. വെരി ഹാപ്പി, ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഞാൻ. ആ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അത്. കാരണം പല പല ജനറേഷനാണ്. ഇപ്പം ഷാനവാസും ഞാനും സിമിലർ ജനറേഷൻ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പാലേരി സാറ് മുതിർന്ന സിനിമയിൽ തന്നെ പ്രീവിയസ് ജനറേഷൻ എന്ന് വേണം പറയാൻ. എന്നാൽ സിനിമയിൽ ബാക്കിയുള്ള പ്രവർത്തിക്കുന്ന എല്ലാവരും പുതിയ ജനറേഷനിലെ ആൾക്കാരാണ്. അപ്പോൾ അത് ഒരു അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇതിനകത്ത് ഈ സിനിമയിലുടനീളം എല്ലാവരും ചെയ്യുന്നൊരു കാര്യം. അതിപ്പം നമ്മൾ കൊടുക്കുന്ന സജഷൻസും കോൺട്രിബ്യൂഷൻസും മാത്രമല്ല, ജനറലി ഈ സിനിമയ്ക്ക് ആവശ്യമുള്ള രീതിയിൽ അവനോനെ പറ്റുന്ന ബെറ്റർമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് ഇൻ ടേംസ് ഓഫ് തോട്ട്സ്, ഇൻ ടേംസ് ഓഫ് ഐഡിയാസ്, ഇൻ ടേംസ് ഓഫ് മാനറിസംസ്, അതെല്ലാം നമ്മൾ ആദ്യം സംസാരിക്കുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ഒരു എൻവയൺമെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു എൻവയൺമെൻ്റ് ഉള്ള സിനിമയാണ് അതെനിക്ക് തോന്നുന്നു. ഇന്നത്തെ സിനിമ, മലയാള സിനിമ എല്ലാം അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ വൈറസിൽ വർക്ക് ചെയ്തപ്പോഴും ഇത് തന്നെയായിരുന്നു, തുറമുഖത്തിൽ വർക്ക് ചെയ്തപ്പോഴും ഇത് തന്നെയായിരുന്നു. ഞാൻ വർക്ക് ചെയ്തിരുന്ന 2000 to 2002 മാത്രമാണ് ഞാൻ സിനിമയിലുണ്ടായിരുന്നത്. ആക്ച്വലി സ്പീക്കിംഗ് ഒരു 1.5 years. ആ സമയത്ത് റേഷ്യോ ഭയങ്കര കുറവായിരുന്നു. യങ്ങർ ജനറേഷൻ്റെ ആക്ടേഴ്സ് മാത്രമായിരുന്നു ആക്ച്വലി യങ്ങർ ജനറേഷനിലായിട്ട് ഉണ്ടായിരുന്നത്. ടെക്നീഷ്യൻസും പിന്നിൽ പ്രവർത്തിച്ചവർ എല്ലാവരും തന്നെ ഒരു നെക്സ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ ഒരു എന്നിൽ നിന്നും പ്രീവിയസ് ജനറേഷനിലുള്ളവരാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അതുപോലെയല്ല ഇവിടെ ഇപ്പോൾ പല പല ജനറേഷനിലെ ആൾക്കാർ നമുക്ക് ഒരേ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ സ്കൂൾ ഓഫ് തോട്ട് വേറെ ആയിരിക്കും, ഐഡിയാസ് വേറെ ആയിരിക്കും. അപ്പോൾ അതിനൊരു ഗിവ് ആൻഡ് ടേക്കിന് ഓപ്പൺ ആയിട്ടുള്ള അക്സെപ്റ്റൻസ് ഉള്ളൊരു പ്ലാറ്റ്ഫോമാണ്, എൻവയൺമെൻറ്റ് ആണ് എങ്കിൽ അതിൻ്റെ ഔട്ട്കം തീർച്ചയായിട്ടും ഡിഫറെൻ്റ് ആയിരിക്കും. ശരിക്കും ആ ഒരു കാലത്തിൻ്റെ വ്യത്യാസം നന്നായി ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ ഈ എൻവയോൺമെൻറ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അപ്പോൾ സെറ്റുകളിലൊക്കെ സ്ത്രീകളെ പരിഗണിക്കുന്ന വിഷയമൊക്കെ നമ്മൾ വലിയ രീതിയിൽ അതിപ്പോൾ സിനിമയിൽ മാത്രമല്ല ഏതൊരു മേഖലയിൽ എടുത്ത് നോക്കിയാലും ആ ജനറേഷൻ മാറി വരുമ്പോൾ അവർ കൊണ്ടുവരുന്ന കുറേ ചേഞ്ചസ് ഉണ്ടാവും അല്ലേ. കാലത്തിനൊപ്പം മാറ്റം വരുത്തേണ്ടത് നമ്മളാണെന്ന് പറയുമ്പോൾ അത് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ മേഖലകളിലും അത് ബാധകമാണ്. അപ്പോൾ ആ ഒരു ചേഞ്ച് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ഇപ്പോൾ പൂർണിമ ഇന്ദ്രജിത്ത് എന്ന വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ, ഇപ്പോൾ വ്യക്തിപരമായി എനിക്കൊക്കെ ഒരു ആത്മവിശ്വാസം എന്നുള്ളത് പെട്ടെന്ന് ഓർമ്മ വരും. കാരണം ഒരു സംരംഭകയായിട്ട് വിജയിച്ച് നിൽക്കുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സിനിമാ രംഗത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നു, വിജയകരമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. കാരണം കഥാപാത്രങ്ങളൊക്കെ മികച്ച രീതിയിൽ തന്നെ പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു ഇൻഫ്ലുവൻസറായിട്ട് നിലനിൽക്കുന്നു. അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച് അത് അത്ര ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സ് ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്പാർക്ക് അത് ഇവിടെ നിന്നാണ് കിട്ടണം. ഇത്ര ഇങ്ങനെ ആക്റ്റീവായി ഉഷാറായിട്ട് ഇങ്ങനെ ചാടി ചാടി നിൽക്കുക എങ്ങനെയാണ് പറ്റുന്നത്? താങ്ക് യു സോ മച്ച്. നമ്മൾക്കെല്ലാവർക്കും നമ്മുടെ ഉള്ളിൽ വി നോ ഹൂ വി ആർ അല്ലേ. നമ്മൾ ത്രൈവ് ചെയ്യുന്ന ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മളുടെ ബെസ്റ്റ് പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്ന സ്ഥലങ്ങളും ഇമോഷൻസും ആൾക്കാരും തൊഴിലും ഏതാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അത് നമ്മൾ തന്നെ ആദ്യം തിരിച്ചറിയുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം അത് നമുക്ക് എന്തോ തരുന്നുണ്ട്. ആ ഒരു ഊർജ്ജം നമ്മളിലുള്ളിൽ നമ്മുടെ ഏറ്റവും ബെസ്റ്റാണ് പുറത്ത് കൊണ്ടുവരുന്നതെങ്കിൽ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ നോക്കുക എന്നതാണ്
എനിക്ക് പറയാൻ പറ്റുന്നത്. പക്ഷേ അത് പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, അത് ആ ഒരു ചോയ്സ് എടുക്കാൻ എല്ലാവർക്കും ചിലപ്പോൾ പറ്റാറില്ല. കാരണം പ്രിവിലേജസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അല്ലെങ്കിൽ സാഹചര്യം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും അങ്ങനെ ഒരു ചോയ്സ് എടുക്കാൻ പറ്റണം എന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ബാലൻസ് ചെയ്ത് പോവുക എന്ന് പറയുന്നൊരു ഘടകമുണ്ട്. നമ്മൾ ചെയ്യുന്ന ജോലി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമുക്കൊട്ടും നമ്മൾ താല്പര്യം കാണിക്കാത്ത, അല്ലെങ്കിൽ നമുക്ക് ഹാപ്പി അല്ല, നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല, പക്ഷെ നമുക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു വഴിയില്ല. കാരണം അത് തന്നെയാണ് ജീവിതമാർഗം. ആ ജീവിതമാർഗം വിട്ട് നമ്മൾ വേറെ ഒന്ന് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ചെയ്യാനുള്ള ഒരു സാഹചര്യം നമുക്കില്ല എന്ന് വരികെ നമ്മൾ അതിനകത്ത് തന്നെ നമ്മളെ തന്നെ ലൂസ് ചെയ്ത് പോകുമ്പോൾ അതിനൊരു യാത്ര ബഹുദൂരം ഉണ്ടാവില്ല. നമ്മളുടെ വി ലൂസ് എ മൈൻഡ്, അല്ലെങ്കിൽ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾക്കൊരു ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റണം. കാരണം നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ മാത്രമല്ലേ നമുക്ക് അതിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എപ്പോഴാണ് കൊടുക്കാൻ പറ്റുക? നമ്മൾ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമോഷൻസും ആവശ്യങ്ങളും നടക്കുമ്പോഴാണ്. അപ്പോൾ അത് ബാലൻസ് ചെയ്ത് പോകാനുള്ള വേറെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ ആ ബാലൻസ് ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ കാണണം. അത് കണ്ട് അതിൻ്റെ അകത്തു നിന്നുള്ള ഊർജ്ജം നമ്മൾ എടുത്തിട്ട് വേണം ഇപ്പുറത്ത് അപ്ലൈ ചെയ്യാൻ. അതാണ് ഐ തിങ്ക് എല്ലാവരും ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു മിക്കപ്പോഴും നമ്മൾക്ക്, ഞാൻ എൻ്റെ ലൈഫ് വെച്ച് പറയുന്നതാണെങ്കിൽ, ഇത് കേൾക്കുന്ന ആൾക്കാർ അവരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് തന്നെയാവും. അങ്ങനെ ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്ത് പോകാൻ കോൺസ്റ്റൻ്റ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അതൊരു സക്സസ് ആവുന്നത്. ഇവൻച്വലി സക്സസ് ഇസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ, ഇറ്റ് ഇസ് ദ ജേർണി. സോ വി ആർ ഓൾ ട്രൈങ് ടു അച്ചീവ് ദാറ്റ്, അല്ലേ? സോ എനിക്ക് അതുമായി കണക്ട് ചെയ്ത് തന്നെ ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഒരു ഡിസൈനറായിട്ട് മുന്നോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു അഭിനേത്രിയായിട്ട്, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അങ്ങനത്തെ കോൺഫ്ലിക്റ്റുകൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി. അത് വിൽ ഓൾ ഹാവ് കോൺഫ്ലിക്ട്സ് ഇൻ അവർ ഹെഡ്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. പക്ഷേ സമൂഹം കുറച്ചുകൂടെ സ്ത്രീകളുമായിട്ട് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഹാഷാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളാണല്ലോ എപ്പോഴും ജഡ്ജ് ചെയ്യപ്പെടുന്നത് എല്ലാത്തിനും. ഇപ്പോൾ വീട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്ത്രീകളെയാണ് ജഡ്ജ് ചെയ്യുന്നത്, തൊഴിലിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്ത്രീകൾ കൂടുതൽ ജഡ്ജ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതൊരു കണ്ടീഷനിങ്ങിൻ്റെ ഭാഗം കൂടെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് കോൺഫ്ലിക്റ്റുകളും കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ആസ് എ സൊസൈറ്റി കളക്റ്റീവായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണിത്. അപ്പം നമ്മളത് സ്ത്രീകളെ കുറിച്ച് കൂടുതൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ പുരുഷന്മാരെ മോശമായി കാണുന്നു, അല്ല അവരെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്നുള്ളതോ, അവർക്ക് ബുദ്ധിമുട്ടില്ലേ, ഇതൊന്നുമല്ല. എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സപ്പോർട്ടായിട്ട് മുന്നോട്ട് നീങ്ങാം എന്നത് മാത്രമാണ് പറയുന്നത്. അത് സ്ത്രീകൾ വോക്കലായി പറയുന്നത് ഈ ഒരു ജനറേഷനിലാണ്. അതുകൊണ്ടാണ് അത് കൂടുതൽ കേൾക്കുന്നു എന്നതാണ് അതിൻ്റെ സത്യം. അപ്പോൾ കോൺവെർസേഷൻസ് ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം കോൺവെർസേഷൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഇത് ഞാൻ മാത്രം അനുഭവിക്കുന്ന ഒരു കാര്യമല്ല, ഇതെല്ലാ സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് എന്നൊരു സ്ത്രീക്കും മനസ്സിലാവും. ആ സമൂഹത്തിലുള്ള മറ്റുള്ള പുരുഷന്മാർക്കും അത് മനസ്സിലാവും. അപ്പോൾ കുറച്ചുകൂടെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു കളക്റ്റീവ് എഫേർട്ട് അതിൽ നിന്നും ഉരുത്തിരിയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് ഉണ്ടാകാൻ പോകുന്ന ഒരു change. And that is also not going to happen overnight. It will take time, definitely, because അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളെ വളർത്തിയ രീതി, അല്ലെങ്കിൽ നമ്മളുടെ പേരൻസ് കണ്ടുവന്നിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം നമ്മൾ ഫേസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ വേറെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ്. അതുപോലെ ആയിരിക്കണം നമ്മുടെ കൊള്ളി. സോ there is change is definitely happening, but overnight അല്ല എന്നുള്ളതാണ്. പൂർണിമ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ 40കളിലാണ് ഞാൻ എൻ്റെ സ്വത്വത്തെ കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പൂർണിമയുടെ തന്നെ പ്രായത്തിലുള്ള ഇൻഡസ്ട്രിയിലുള്ളതും അല്ലാത്തതുമായ ഇപ്പോൾ സ്ത്രീകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഐഡൻറ്റിറ്റി ആയിട്ട് പൂർണിമേനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഈക്വാലിറ്റിയെക്കുറിച്ച്, അല്ലെങ്കിൽ പാരൻറ്റിങ്ങിനെ കുറിച്ച്, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് നമുക്ക് സൊസൈറ്റിയിൽ കിട്ടാതെ പോകുന്ന പരിഗണനകളെക്കുറിച്ചൊക്കെ വളരെ ക്ലാരിറ്റിയോടുകൂടി പൂർണിമ നേരത്തെയും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഇപ്പോൾ കാലത്തിനനുസരിച്ച് തന്നെ ഇങ്ങനെ നവീകരിച്ചെടുക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്? അത് കോൺവെർസേഷൻസ് ആണ് ബേസിക്കലി. നമ്മുടെ വീടുകളിലുള്ള കോൺവെർസേഷൻസ് ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. കാരണം നമ്മൾ വായിക്കുന്നതും നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളും എല്ലാം
അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക. പിന്നെ അത് എവിടെയാണ് നമുക്കത് പ്രാവർത്തികമാക്കേണ്ടത് അല്ലെങ്കിൽ എവിടെയാണത് പറയേണ്ടത് എന്നുള്ളതൊരു തിരിച്ചറിവുണ്ടാവുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം. അറിവൊന്ന്, തിരിച്ചറിവ് വേറൊന്ന്. പിന്നെ അപ്പോൾ ഇതെല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവുക എന്നുള്ളതാണ് കോൺഫിഡൻസ് തരുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. ക്യാമറയുടെ മുന്നിലൊക്കെ അവസാനം വരിക. നമുക്ക് അവനോൻ്റെ ചിന്തകൾ അവനോന് തന്നെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അത് സംസാരിക്കാൻ നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ആ വീട്ടിൽ അത് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന അക്സെപ്റ്റൻസും ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ തെറ്റാവാം. ആ തെറ്റാകുന്ന സമയത്ത് അത് നമ്മളെ ജഡ്ജ് ചെയ്യാതെ നമ്മൾ ചിന്തിക്കുന്ന രീതികൾ ചിലപ്പോൾ മാറ്റി ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ചെയ്തു നോക്കൂ എന്നിട്ട് നമുക്ക് നോക്കാം എന്ന് പറയുന്ന ഒരു സപ്പോർട്ടീവായിട്ടുള്ളൊരു എൻവയൺമെൻറ്റ് കുടുംബത്തിലുള്ളവരും സുഹൃത്തുക്കളും തൊഴിലുള്ളവരും എല്ലാം ചേർന്ന് വരുന്നതിൻ്റെ ഒരു ഔട്ട്കമാണ് നമ്മളായി മാറുന്നത് അല്ലേ. സോ ഐ തിങ്ക് ഐ ഹാവ് ടു ഗിവ് ഇറ്റ് ടു മൈ സിറ്റുവേഷൻസ് ആൻഡ് മൈ പീപ്പിൾ. ഡെഫിനറ്റ്ലി എൻ്റെ വീട്ടുകാർ, എൻ്റെ പേരൻസ് ആണെങ്കിലും എൻ്റെ ഫാമിലി, എൻ്റെ ഹസ്ബൻഡും കുട്ടികളും ഇൻലോസും എല്ലാവർക്കും അതിൻ്റെ ഈക്വൽ ഷെയർ ഉണ്ട്. പിന്നെ നമ്മൾക്ക് നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒന്ന്. ആ റിലേഷൻഷിപ്പിൽ നിന്നും ഉരുത്തിരിയുന്ന കുറേ തിരിച്ചറിവുകളുണ്ടല്ലോ, അത് നമ്മളുടെ ജീവിതത്തിൽ പല പല മേഖലകളിൽ പ്രാവർത്തികമാക്കാൻ നോക്കുമ്പോൾ ചില സമയത്ത് അത് സക്സസ്ഫുൾ ആകും, ചില സമയത്ത് അത് ഫെയിലിയർ ആകും. ബട്ട് റിഗാർഡ്ലെസ് ഓഫ് വെദർ ഇറ്റ് ഇസ് എ സക്സസ് ഓർ എ ഫെയിലിയർ, ദറ്റ് അപ്രോച്ച് അറ്റ് ദ പ്രോസസ് ക്യാൻ ബി ഓണസ്റ്റ്. അത് ആ ഒരു ട്രയൽ ആൻഡ് എററിലൂടെ പിന്നെ അതുപോലെയുള്ളൊരു കൂട്ടായ്മ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജഡ്ജ് ചെയ്യാതെ കംഫർട്ടബിളായിട്ട് എനിക്കൊന്ന് മുന്നോട്ട് പോകാൻ പറ്റുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇതിൽ നിന്ന് കംപ്ലീറ്റ് കോൺട്രാസ്റ്റ് ആയിട്ടുള്ളൊരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്, എസ്പെഷ്യലി ഡിജിറ്റലി എന്ന് പറയുമ്പോഴത്തേക്കും അല്ലേ. ഭയങ്കര കോൺട്രാസ്റ്റാണ് നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ നമ്മൾ പഠിച്ചു വരുന്ന മോറൽസും എത്തിക്സും എന്നൊക്കെ നിൽക്കുന്ന ഭയങ്കര കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ വേൾഡും ഒരു വെർച്വൽ വേൾഡും കൂടെ നമ്മൾ ഒപ്പം സഞ്ചരിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളുടെ സന്തോഷം അവരുടെ സന്തോഷമെന്ന് വിചാരിച്ച് ആഘോഷിക്കുന്ന, നമ്മളുടെ വിഷമം അവരുടെ വീഴ്ച എന്ന് വിചാരിച്ച് അതിനെ ഉൾക്കൊള്ളുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മളോടൊപ്പം സഞ്ചരിക്കും എപ്പോഴും. അത് വീട്ടുകാരാവണം എന്ന് തന്നെ ഇല്ല, എപ്പോഴും അത് വീട്ടുകാർ ബ്ലഡ് റിലേഷൻസ് ആവണം എന്നില്ല. നമ്മുടെ സുഹൃത്തുക്കളാവാം, നമ്മളുടെ തൊഴിലിലുള്ളവരാവാം, നമ്മളുമായി ഒരു പരിചയമില്ലാത്തവർ വേണമെങ്കിൽ ഇവിടെ ആവാം. പക്ഷെ ആ ഒരു ഗ്രൂപ്പ്, ആ കംഫേർട്ട് ഗ്രൂപ്പ്, ആ സെക്യൂർ ഗ്രൂപ്പാണ് എപ്പോഴും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെ ത്രൈവ് ചെയ്യിപ്പിക്കുക അല്ലെ. നിങ്ങൾ ചെയ്ത് ഏത് കാര്യവും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യും. അതല്ലെങ്കിൽ തെറ്റാണെങ്കിൽ സാരമില്ല, കുഴപ്പമില്ല, ഇത് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ വേറെ ചെയ്തിട്ടുണ്ടല്ലോ. ആ ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്, ആ സപ്പോർട്ട് സിസ്റ്റം നമ്മളുടെ ഏതാണ് കോർ ഗ്രൂപ്പ് കണ്ടുപിടിക്കുക, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് ആ കോർ ഗ്രൂപ്പിനകത്ത് ത്രൈവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ ഒരു കളക്റ്റീവായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കാം എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ പൂർണിമയുടെ തന്നെ ഒരു തൊഴിലിലേക്ക് കടന്നതിന് മുൻപും ശേഷവും എന്നുള്ളൊരു ഉണ്ടാവുമല്ലോ അല്ലെ, ഒരു അതെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷം ഒരു സ്ത്രീ എന്ന നിലയ്ക്കുള്ളൊരു അനുഭവം. 15 വയസ്സ് തൊട്ട് സമ്പാദിക്കാൻ തുടങ്ങിയ ഒരാളാണ് ഞാനത്. 15 വയസ്സിൽ എൻ്റെ ആദ്യത്തെ സമ്പാദ്യം എന്ന് പറയുന്നത്, എനിക്ക് സമ്പാദ്യം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ 15 അല്ല, അതിന് മുന്നേ ഒരു ആക്ച്വലി 13 വയസ്സിലാണ് എനിക്ക് നാഷണൽ ടാലൻറ്റ് സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. ഞാൻ മോഹിനിയാട്ടം, ഞാൻ അന്ന് എല്ലാ ഡാൻസ് ഫോംസും പഠിക്കണ്ടായിരുന്നു, മോഹിനിയാട്ടമാണ് പിന്നെ അതിനുശേഷം അഭ്യസിച്ചത്. അപ്പോൾ അന്ന് അവരയച്ചതെന്ന് 450 രൂപയാണ് എൻ്റെ ആദ്യത്തെ ഇത്. അന്നത്തെ 450 രൂപ എനിക്ക് ഒരു 10-13 വയസ്സുകാരിക്ക് എന്തൊക്കെ ചെയ്യാതെ അല്ലേ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ആ വളരുന്ന പ്രായത്തിൽ ഞാൻ പഠിക്കുന്ന ഒരു കലാരൂപമാണ് എനിക്ക് ആദ്യത്തെ സമ്പാദ്യം എനിക്ക് തന്നത്. അപ്പോൾ എൻ്റെ തൊഴിൽ ഇതാണ് എന്ന് എനിക്ക് മേ ബി എൻ്റെ ഏറ്റവും ആ ഒരു വളരുന്ന പ്രായത്തിൽ എൻ്റെ കോറിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്, നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്നും ഉണ്ടാക്കുന്ന തൊഴിലിലൂടെ നമുക്ക് മുന്നോട്ട് പോകുന്നതാണ് ഉചിതം എന്നെനിക്ക് വന്ന ചിന്ത ചിലപ്പോൾ അവിടെ നിന്ന് ആവാം. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്തു വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ കർമ്മരംഗമായി ഞാൻ ചൂസ് ചെയ്യുന്നതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. എന്നാൽ മാത്രമേ എനിക്ക് കൂടുതൽ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ബാക്കി ഞാൻ
നൃത്തത്തിൽ നിന്നും ടെലിവിഷനിലോട്ട് വന്നപ്പോഴും മോഡലിംഗ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തെല്ലാം ഞാൻ മനസ്സിൽ വിചാരിച്ചെന്ന് ആ ഒരു കാഴ്ചപ്പാടിലാണ് മുന്നോട്ട് വന്നത്. ഇതുമായി ഇപ്പം ചെയ്തിരുന്ന തൊഴിലിൽ തന്നെ ഇപ്പം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഡിസ്കണക്ഷൻ വരുന്നു, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വരുന്ന സാഹചര്യത്തിൽ ഞാനത് ചെയ്തിട്ടുമില്ല. അതാണ് ആ ഗ്യാപ്പ് വന്നിരിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ചെയ്യുന്ന സമയം എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന, ഇതിൻ്റെ അകത്തു നിന്നും ഈ കുറച്ച് അസോസിയേഷനിൽ ഞാൻ ത്രൈവ് ചെയ്യും എന്നെനിക്ക് ഉറപ്പുണ്ടാവുക എന്നത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ പ്രോസസ്സിൽ. അങ്ങനെയാണ് ഞാൻ എൻ്റെ തൊഴിലിനെയും കണ്ടിട്ടുള്ളത്. പക്ഷെ ബിസിനസ് എന്നെ അതിൽ നിന്നും കുറേ കാര്യങ്ങൾ മാറ്റിപ്പിടിപ്പിച്ചു. അത് ഞാൻ എൻ്റെ 30 വയസ്സിലാണ് ഞാൻ എൻ്റെ ബിസിനസ് തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ അതുവരെ 15 വർഷമുള്ള എൻ്റെ തിരിച്ചറിവല്ല ഇത് എന്നുള്ളത്. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ടിട്ട് നഷ്ടം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പഠിക്കുന്നത്. പക്ഷെ അതൊരു വലിയ തിരിച്ചറിവാണ്. പിന്നെ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് 10 വർഷം കഴിഞ്ഞ് നിൽക്കുമ്പോൾ എന്തുകൊണ്ടും ഞാൻ ജീവിതത്തിൽ വ്യവസായം കാരണം അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർ ആയിക്കഴിഞ്ഞപ്പോൾ വേറെ തരം കാഴ്ചപ്പാടുകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കി കാണാൻ പറ്റി എന്നുള്ളത്. അതെല്ലാം ആ അറിവാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെയൊക്കെ ത്രൂ ഔട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫിനാൻഷ്യൽ എംപവർമെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. സാമ്പത്തിക ഭദ്രത കാരണം നമുക്ക് ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളുണ്ട്. എംപവർമെൻറ്റിൽ എന്ന് പറയുമ്പോൾ എംപവർമെൻറ്റിൽ വരുന്നത് പവറുണ്ട്, കോൺടാക്റ്റ് ഉണ്ട്, ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട്, വേറൊരാളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം നമുക്ക് തന്നെ ഉളവാക്കാൻ പറ്റുക എന്നുള്ളത്. അങ്ങനെ കുറേ ഘടകങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ് കൊണ്ട് വരും. ഇമോഷണൽ എംപവർമെൻറ്റ് വരും ഫിനാൻഷ്യൽ എംപവർമെൻറ്റ് കാരണം. ഡിസിഷൻസ് എടുക്കാനുള്ള സ്വാതന്ത്ര്യം, അത് നമ്മളുടെ ഡിസിഷൻ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിയില്ല. അതിപ്പോൾ ആർക്കും അറിയില്ല, അത് എടുത്താലല്ലേ അറിയുള്ളൂ. പക്ഷെ അത് എടുക്കണമെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് കോൺഫിഡൻസ് വേണം. കോൺഫിഡൻസിന് ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫിനാൻഷ്യലി പൈസ ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ തീർന്നില്ല നിൻ്റെ കോൺഫിഡൻസ് എന്ന് എല്ലാവരും ചോദിക്കും. എല്ലാത്തിനും ഈ സമൂഹം ഓടുന്നത് ആ കറൻസിയിലല്ലേ. അപ്പം പിന്നെ സ്വാഭാവികമായിട്ട് അതാണല്ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ചിന്തിക്കേണ്ടത് അതാണല്ലോ. അപ്പോൾ അത് കാരണം വരുന്ന എംപവർമെൻറ്റ് കാരണം വരുന്ന പല പല മാറ്റങ്ങൾ ഒരു സ്ത്രീ എന്ന രീതിയിൽ ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, എല്ലാവരോടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നൊരു കാര്യമാണ് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ് ഇസ് സംതിങ് എൽസ്. പ്രാക്ടിക്കൽ അപ്രോച്ചാണ് ലൈഫിനോട്. നമുക്ക് കുറേയൊക്കെ ഇമോഷണൽ അപ്രോച്ചാണെന്ന് എനിക്ക് തോന്നാറുണ്ട് എപ്പോഴും നമ്മുടെ ലൈഫിനോടുള്ള അപ്രോച്ച്. കുറച്ചുകൂടെ പ്രാക്ടിക്കൽ അപ്രോച്ച് കാര്യങ്ങൾ നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിന് ബിസിനസ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇമോഷണലി ഇങ്ങനെ എപ്പോഴും വയേർഡ് ആവേണ്ട ആവശ്യമില്ല എന്നെനിക്ക് മനസ്സിലാക്കി തരുന്ന ബിസിനസ്സാണ്. അത് ഇൻട്രസ്റ്റിംഗ് ആണത്. ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ മുൻപ് അഭിനയിച്ചു കൊണ്ടിരുന്ന ചില നടിമാർ അഭിനയ രംഗത്തേക്ക് തിരിച്ചു വരുമോ എന്ന് അവരുടെ പങ്കാളികളായിട്ടുള്ള നടന്മാരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ആൻസർ ഉണ്ട്. ഇല്ല, വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ നമുക്ക് അവിടെ ഒരാളെ വേണം, കുട്ടികളെയൊക്കെ ഒന്ന് നോക്കാൻ ഒരാളെ വേണമെന്ന് പറഞ്ഞു കേട്ടു. സീനിയർ നടന്മാർ പറഞ്ഞിട്ട് അത് ഒരാളെന്നില്ല, ഒന്നിൽ കൂടുതൽ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന വ്യക്തി ഏതെങ്കിലും ഒരു അഭിമുഖങ്ങളിൽ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ പൂർണിമയെ വീട്ടിൽ വേണം, എൻ്റെ മക്കളെ നോക്കാൻ വേണം എന്നുള്ളൊരു കാര്യം പറഞ്ഞ് കേട്ടിട്ടേ ഇല്ല. മാത്രമല്ല ഒരു ഈക്വാലിറ്റീനെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു പങ്കാളിയായിട്ട് ഫീൽ ചെയ്തിട്ടുമുണ്ട്. അപ്പം നിങ്ങളുടെ ആ ഒരു ഷെയറിങ് എങ്ങനെയാണ് തൊഴിലിലും വ്യക്തി ജീവിതത്തിലും ഒക്കെ? ഇന്നത്തെ ജനറേഷൻ എല്ലാം അങ്ങനെ തന്നെയല്ലേ. ഐ മീൻ ജനറലൈസ് ചെയ്ത് പറയുന്നത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മേ ബി ഭൂരിപക്ഷവും ചിലപ്പോൾ സിനിമയിൽ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു കേട്ടതാവാം. അങ്ങനെയാണ്. ഐ ഗെറ്റ് യുവർ ക്വസ്റ്റ്യൻ. കാര്യം എനിക്ക് മനസ്സിലായി. ബേസിക്കലി ഒരേ കാഴ്ചപ്പാട് ജീവിതത്തിനോട് മാത്രമല്ല, ജനറലി നമ്മൾക്കുള്ള ഓരോ മോറൽ വാല്യൂസും കാര്യങ്ങളും പിന്നെ നമ്മളുടെ എത്തിക്സും ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ നമ്മളുടെ മൈൻഡിൻ്റെ അകത്തുള്ള കുറേ പേര്. അത് മാച്ച് ചെയ്ത് പോവുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മിക്കപ്പോഴും അത് മാച്ച് ചെയ്ത് പോകണം നിർബന്ധമില്ലല്ലോ. രണ്ട് സെപ്പറേറ്റ് ഹ്യൂമൻ ബീങ്സ് അല്ലേ നമ്മൾ വളർന്ന സാഹചര്യങ്ങൾ വേറെയാണ്, നമ്മളുടെ DNA വേറെയാണ്, നമ്മളുടെ മൊത്തം അതുവരെയുള്ള യാത്രകളും വേറെ തന്നെയല്ലേ. അപ്പം അതുകൊണ്ട് കംപ്ലീറ്റ്ലി മാച്ച് ചെയ്ത് പോകണമെന്നുമില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണെന്നുള്ളത് വിവാഹത്തിൻ്റെ ഒരു കുറച്ച് കാലത്തിന് ശേഷം ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ആ ഒരു ടൂള് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് തോന്നുന്നു ലൈഫ് ഹാസ് ബീൻ ഈസിയർ.
കമ്മ്യൂണിക്കേഷൻ ഇസ് എ കീ തിങ് ടുവേർഡ്സ് പിന്നെ എവറിഥിങ്. ഒരു മുൻപ് പറഞ്ഞിട്ടുള്ളത് രണ്ടുപേരും ഒരുമിച്ച് വളർന്നു വന്നവരാണ്. അതും അതിന്റെ പ്രശ്നങ്ങളുണ്ട്. മറ്റേ സിബ്ലിങ്സ് പോലെയാവും പിന്നെ അവസാനം. അതുകൊണ്ട് കാരണം രണ്ടുപേരും അവനവൻ്റെ ജീവിതം യാത്രകൾ കുറച്ച് നമ്മളെല്ലാവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-18 വയസ്സ് ഒരു കോളേജ് കഴിയണവരെ എന്തൊക്കെ പറഞ്ഞാലും ഡിപ്പെൻഡൻ്റ് ആണ് പേരൻസ് ആയിട്ടല്ലേ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ജീവിതം തുടങ്ങുന്നതേ ഉള്ളൂ. ഇൻഡിവിജ്വലി ആസ് എ പേഴ്സൺ നമ്മളുടെ ഇപ്പം നിങ്ങളൊരു അഡൾട്ടാണ്, നിങ്ങളുടെ പ്രോബ്ലമാണത് എന്ന് പറഞ്ഞ് നമ്മൾ ജീവിച്ച് തുടങ്ങുന്നത് ആ കോളേജ് കാലം വിടുമ്പോഴാണല്ലേ. അപ്പം അത് ഒരു കുറച്ചൊരു കാലം ജീവിച്ചെങ്കിൽ അവനവനെ കുറിച്ചുള്ള ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങും റിലേഷൻഷിപ്പും നമുക്ക് ആ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്കറിയാം എവിടെയൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. കാരണം ആ സമയത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആരുമില്ല, പേരൻസും ഒന്നുമില്ല. നമ്മളെ തന്നെ പേരൻറ്റ് ചെയ്യേണ്ട ആ ഒരു ലൈഫ് ജേർണി തുടങ്ങുകയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ മെച്യൂരിറ്റിയും എക്സ്പീരിയൻസസും ഒക്കെ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു ടൈം ഫ്രെയിമിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് എനിക്കും ഇന്ദ്രനും ഉണ്ടായിട്ടില്ല. ആ സമയത്താണ് നമ്മൾ ഒപ്പമാണ് സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണമുണ്ട് ദോഷമുണ്ട്. പക്ഷെ അത് എവറി ജേർണി ഈസ് ഡിഫറെൻറ്റ്. എവറി ഇൻഡിവിജ്വൽ. ഇപ്പം നേരത്തെ കല്യാണം കഴിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത് എൻ്റെ ജേർണിയാണ്. വേറൊരാളുടെ ജേർണി അങ്ങനെ ആവണം എന്നില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ഉടനീളം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകൾ പറ്റുന്ന സമയത്ത് ആ തെറ്റുകൾ പറ്റി എന്നത് മനസ്സിലാക്കാനും അത് അഡ്രസ്സ് ചെയ്യാനും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഉള്ള ഒരു എൻവയൺമെൻറ്റ്, അതിനുള്ളൊരു മെച്യൂരിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളതൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് ഇപ്പം തിരിച്ച് നോക്കുമ്പോൾ. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് ഇറ്റ് ഇസ് സ്റ്റിൽ വർക്ക് ഇൻ പ്രോഗ്രസ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അതിൻ്റെ ഒരു പരിസമാപ്തി ആയിട്ടില്ലല്ലോ. ഇറ്റ് കീപ്സ് ഹാപ്പനിങ്. നമ്മൾ ഇവോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ചുറ്റുമുള്ള എല്ലാം ഇവോൾവ് ആവും. ആസ് ഹ്യൂമൻ ബീങ്സ് നമ്മൾ ഡെഫിനറ്റ്ലി ഇവോൾവ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആ തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റുമുള്ള ബന്ധങ്ങളും അതുമായിട്ടുള്ള അപ്രോച്ചും അതും ഇവോൾവ് ആവുമല്ലോ. മുൻപ് ഒരു വിഷയമൊക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ മക്കളുടെ വസ്ത്രധാരണത്തെ പറ്റി അല്ലെങ്കിൽ സ്വന്തം വസ്ത്രധാരണത്തെ പറ്റിയൊക്കെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടം ആളുകൾ വന്ന് എന്തെങ്കിലും ജഡ്ജ്മെൻ്റലായിട്ടുള്ള കമൻറ്റുകൾ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വളരെ കൂളായിട്ടാണ് പൂർണിമ അതിനെ ഡീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാം അതത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല. നമ്മുടെ ആ സൊസൈറ്റി നമുക്ക് തരുന്ന ഒരു സ്ട്രെസ്സ് വേറെ തന്നെയായിരിക്കും. അത് അങ്ങനെ തന്നെയല്ലേ ഫീൽ ചെയ്തിട്ടുള്ളത്? അതിനെ ഓവർകം ചെയ്യാൻ പുതിയ കുട്ടികളോടൊക്കെ എങ്ങനെയാണ് സംസാരിക്കാറ്? അല്ല, ഐ തിങ്ക് ഇതിപ്പോൾ സൊസൈറ്റി ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ആസ് എ പേരൻറ്റ് എല്ലാ പേരൻസും അവരുടെ കുട്ടികളെ ഏറ്റവും സന്തോഷത്തോടു കൂടി കുട്ടികൾ ഇരിക്കണേ എന്ന് വിചാരിച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യുക. അപ്പം കുട്ടികളെ വളർത്തുക. അപ്പം അതിൻ്റെ അകത്ത് പല പല കാഴ്ചപ്പാടുകളാണ് പലവരുടെയും. അപ്പോൾ എല്ലാവരും അവനോനെയാണ് നമ്മൾ കാണുന്നതല്ലേ. നമ്മളിപ്പോൾ ഒരു സ്ക്രീനിലൂടെ കാണുമ്പോഴത്തേക്കും ഫോർ എക്സാമ്പിൾ ഇപ്പം വേഷവിധാനം പറഞ്ഞതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ചിലപ്പോൾ അവർക്ക് ഞാനിത് ധരിക്കില്ല, അപ്പോൾ ഇത് മോശം, അങ്ങനെ ഒരു ചിന്ത സ്വാഭാവികമാണ് അത് വരിക എന്നുള്ളത്. അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാവാം. അഭിപ്രായങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ചെയ്യാം. പക്ഷെ അതൊരിക്കലും ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആവരുത് എന്നുള്ളതേ ഉള്ളൂ. വേറൊരാളുടെ വേറൊരാളുടെ ക്യാരക്ടറിനെയോ അല്ലെങ്കിൽ അവരുടെ എക്സിസ്റ്റൻസിനെയോ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ, അവനോന് തന്നെ ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആകുന്ന രീതിയിൽ പറയാതിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കേട്ടാൽ നമുക്ക് വിഷമം തോന്നുന്ന കാര്യങ്ങൾ അതൊരിക്കലും വേറൊരാളോട് പറയാതിരിക്കുക എന്നത്. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ ഇത് ഞാൻ ചെയ്യുന്നതാണ് ശരി എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുമോ? അങ്ങനെയല്ലല്ലോ. ഒരു സമൂഹം എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അകത്തല്ലേ. നമ്മളിപ്പോൾ എന്തിനാണ് പുറത്തുള്ളവരെ പറയുന്നത്? ഇപ്പോൾ നമ്മൾ വീട്ടിൻ്റെ അകത്ത് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തുമാത്രമുണ്ട്. അപ്പോൾ അത് അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. കാരണം നമ്മളെല്ലാവരും ഇൻഡിവിജ്വലായിട്ട് വളർന്നു വന്ന സാഹചര്യങ്ങൾ അങ്ങനെയാണ്. നമ്മളുടെ കാഴ്ചപ്പാടുകളും നമ്മളുടെ എക്സ്പോഷറുമാണ് നമ്മളെ ആക്കുന്നത്. അപ്പം നമ്മളുടെ അറിവിനെ ബേസ് ചെയ്തിരിക്കും നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് മാറും, വ്യത്യാസം ഉണ്ടാവും. പക്ഷേ അതിൻ്റെ അകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം റെസ്പെക്റ്റ്ഫുൾ ആവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അത് പറയുന്ന രീതി റെസ്പെക്റ്റ്ഫുള്ളാക്കി, എത്ര റെസ്പെക്റ്റ്ഫുള്ളാക്കിയ രീതിയിൽ കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ്. പിന്നെ ജഡ്ജിങ്, എല്ലാവരും ജഡ്ജിങ്. ജഡ്ജ്മെൻറ്റ് ഇസ് ലൈക്ക് എ ബ്ലാങ്കറ്റ്. ആ ബ്ലാങ്കറ്റ് ഇങ്ങനെ പൊതിഞ്ഞിരിക്കുകയാണ്.
അതെല്ലാവരും ജഡ്ജ് ചെയ്യും. സോ മലയാള സിനിമ മറ്റ് ഇൻഡസ്ട്രിയിലൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയമാണ്. നല്ല സിനിമകൾ വരുന്നു, പ്രമേയങ്ങൾ കൊണ്ടും അഭിനയം കൊണ്ടും ഒക്കെ ശ്രദ്ധ നേടുന്ന ഒരു സമയമാണ്. ഏതൊക്കെ പുതിയ സിനിമകളൊക്കെ കാണാൻ സമയം കിട്ടിയോ? ഏതൊക്കെ കണ്ടു? അയ്യോ, ആവേശം ഇല്ല, ഈ ഫ്രൈഡേ റിലീസസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം ഞാൻ എൻ്റെ പടം പ്രൊമോട്ട് ചെയ്യുന്ന എൻ്റെ മകളായതുകൊണ്ട്. ആടുജീവിതം കണ്ടിരുന്നു ഞാൻ. അപ്പം സിനിമകൾ ഇറങ്ങുമ്പോൾ എല്ലാം തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം എനിക്ക് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഭയങ്കര ഇഷ്ടമാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇനി OTT ഓക്കെ ഫൈൻ, OTT ഈക്വലി പ്രോമിസിങ് ആയിട്ടുള്ള വേർട്ടിക്കലാണ്. പക്ഷേ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മുടെ സെൻസസ് എല്ലാം ഒരുപോലെ ഉണർന്നു നിന്ന് ഒരു ഭയങ്കര മെമ്മറി ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. ഈ സിനിമ ഓടിക്കൊണ്ട്, പക്ഷേ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം മലയാള സിനിമയിൽ എല്ലാ സിനിമകളും എല്ലാ വെള്ളിയാഴ്ചകളും ഭയങ്കര സംഭവ ബഹുലമാവുന്ന വെള്ളിയാഴ്ചകളാണ് എന്ന് കേൾക്കുന്ന ഒരു ഈ ഇൻഡസ്ട്രിയിൽ ഭാഗമായി നിൽക്കുന്ന ഒരു സമയത്ത് അത് കേൾക്കാൻ ഭയങ്കര സന്തോഷമുള്ള സമയം. ആ സമയത്ത് എൻ്റെ സിനിമയും ഇറങ്ങുന്നു, ഇന്ദ്രൻ്റെ സിനിമയും ഇതിനോടൊപ്പം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാതരം സിനിമകൾ ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് നമുക്കിന്ന് ഇവിടെ ഉണ്ട്. അത് ഒരു കലാസമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു കാലഘട്ടമാണ്. അങ്ങനെ എല്ലാതരം സിനിമകളെയും അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വാണിജ്യപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴും സക്സസ് എന്ന് നമുക്ക് എന്തിനേയും പറയാൻ പറ്റുന്നത് കമേഴ്ഷ്യൽ സക്സസ് വരുമ്പോഴാണ്. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ദിസ് ഇസ് ഓൾ എ ബിസിനസ്. സോ അപ്പം ബിസിനസ് ഉണ്ടാവണമെങ്കിൽ അക്സെപ്റ്റൻസ് കൂടണം. ജനങ്ങൾ എല്ലാ സിനിമകളെയും ഒരുപോലെ തന്നെ സ്വീകരിക്കണം. ചെറിയ സിനിമകളെയും സ്വീകരിക്കണം, വലിയ സിനിമകളെയും സ്വീകരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മറ്റുള്ള എല്ലാ ഇൻഡസ്ട്രി സിനിമ മറുഭാഷകളെല്ലാവരും ഉറ്റുനോക്കുകയാണ് മലയാളത്തെ വളരെ അസൂയയോടുകൂടി. അപ്പോൾ അത് സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഒരു കട്ടിൽ ഒരു മുറി വിജയിക്കട്ടെ. ഇനി കൂടുതൽ പൂർണിമയ്ക്ക് കൂടുതൽ സിനിമകൾ, സംരംഭകയായി അങ്ങനെ എല്ലാ മേഖലകളിലും വിജയിക്കാൻ കഴിയട്ടെ. ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്.